Hi all. Next is a short story written by Franz Kafka and the story's name is The Bridge. ഫ്രാൻസ് കാഫ്ക എന്ന് പറയുന്നത് ജൂയിഷ് റൈറ്ററാണ്, ഒരു ചെക്കോസ്ലേവിയൻ റൈറ്ററാണ്. ആൻഡ് ജർമ്മൻ ലാംഗ്വേജിലാണ് ഇദ്ദേഹം എഴുതിയിരുന്നത്. 20th സെഞ്ച്വറിയുടെ ഒരു വൺ ഓഫ് ദി മോസ്റ്റ് അക്ലൈംഡ് റൈറ്റേഴ്സിൽ ഒരാളാണ് ഫ്രാൻസ് കാഫ്ക. മോഡേൺ ലൈഫിൻ്റെ ആ ഒരു ഒപ്രസീവ്നെസ്സിനെ കുറിച്ചും ഒക്കെയാണ് അദ്ദേഹം എഴുതിയിരുന്നത്. അപ്പോൾ അദ്ദേഹം ആൻസൈറ്റി, ഏലിനേഷൻ അല്ലെങ്കിൽ മോഡേൺ പീപ്പിൾ ഫേസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് അവരുടെ ലൈഫിൽ ഫേസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഐസൊലേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ്ലി അവർക്ക് ഫെയിലിയർ മാത്രമായിരിക്കും ലൈഫിൽ കിട്ടുന്നത്. ആൻഡ് അത് മാത്രമല്ല, അവർ വളരെയധികം സ്ട്രഗിൾ ചെയ്ത് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിട്ടായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത്. അതായത് അവർ ജീവിക്കുന്ന ആ വേൾഡുമായിട്ട് യാതൊരു വിധത്തിലുള്ളൊരു അറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ സൊസൈറ്റിയായിട്ട് യാതൊരു വിധത്തിലുള്ളൊരു അറ്റാച്ച്മെൻറ്റോ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അവർ വളരെ അൺഫീലിംഗ് ആയിട്ടും അല്ലെങ്കിൽ ഒരു അൺഫെമിലിയർ വേൾഡിലായിരിക്കും അവർ നിൽക്കുന്നത്. അവരുടെ ആ ഒരു സറൗണ്ടിങ്സ് അല്ലെങ്കിൽ സർക്കംസ്റ്റൻസസ് അങ്ങനെയായിരിക്കും. ആ ഒരു വേൾഡിൽ സർവൈവ് ചെയ്യാൻ വേണ്ടി അവർ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും കൂടുതലായിട്ടും ഉള്ളത്. ദെൻ നോർമൽ ക്യാരക്ടേഴ്സ് ആയിരിക്കത്തില്ല, കുറച്ച് ഇറാഷണൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് റീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതായത് ബുദ്ധിക്ക് നിരക്കാത്ത കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണും. കുറച്ച് ഇഡിയോട്ടിക് ആയിട്ടുള്ള എപ്പിസോഡ്സ് അല്ലെങ്കിൽ റീസണബിൾ അല്ലാത്ത കുറേ എപ്പിസോഡ്സ്, സ്ട്രേഞ്ച് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു സെൻസും ഇല്ലാത്ത കുറേ ഒരു വേൾഡിലായിരിക്കും ഈ ക്യാരക്ടേഴ്സ് എല്ലാം നിൽക്കുന്നത്. അതായത് ക്യാരക്ടേഴ്സ് മാഡ്നെസ്സിൽ നിന്ന് സാഡ്നെസ്സിലോട്ട് പോകുന്ന ഒരു ഡീവിയേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഡിഫീറ്റിൽ നിന്ന് ഫെയിലറിലോട്ട് അല്ലെങ്കിൽ ഫെയിലറിൽ നിന്ന് ഡിഫീറ്റിലോട്ട്, ഇങ്ങനെയായിരിക്കും ഈ ക്യാരക്ടേഴ്സ് പോകുന്നത്. കുറച്ച് പെസിമിസ്റ്റിക് ആയിട്ടുള്ളൊരു വേൾഡും പെസിമിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ബ്യൂറോക്രസിയുടെ കീഴിൽ സ്ട്രഗിൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കും ഒട്ടുമിക്ക ക്യാരക്ടേഴ്സ്. അതായത് ആ ഒരു മെയിൻ പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ട് അവരുടെ മുകളിൽ ഉണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റമിനെ കൊണ്ട് അതായത് ആ ഒരു സിസ്റ്റത്തിനെ ഒപ്രസീവായിട്ട് കാണിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ നെഗറ്റീവ് വശങ്ങളും ഈ ക്യാരക്ടറിനെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്നായിരിക്കും കൂടുതലായിട്ടും എല്ലാ വർക്കിനകത്തും കണ്ടുവരുന്നത് നമ്മൾ കാഫ്കയുടെ. ആൻഡ് കാഫ്കയുടെ വർക്ക്സിനകത്തുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മാഡ്നെസ് കാണും, അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ച് പ്രൊഫറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കാണും. അതായത് ആ ക്യാരക്ടറിന് തന്നെ മിക്കവാറും അറിയാൻ സാധിക്കും, അതായത് എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോവുകയാണ് എന്ന്. അതുപോലെ തന്നെ ഓക്കെ, ഇപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വർക്കിനകത്ത് വരുന്നൊരു ഫെമിലിയർ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അനദർ ഇമ്പോർട്ടൻറ്റ് വർക്ക് ഓഫ് ഹിസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നോവൽസ് എന്ന് പറയുന്നത് ദ ട്രയൽ ഉണ്ട്, ദ കാസൽ ഉണ്ട്, പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. ഇതൊക്കെയെന്ന് വെച്ച് ഗ്രേറ്റ് വാൾ ഓഫ് ചൈന എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറിയാണ്. ദ ട്രയൽ, ദ കാസൽ എന്ന് പറയുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ നോവൽസാണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നോവൽ ദ മെറ്റമോർഫോസിസ് എന്ന് പറഞ്ഞിടണമുണ്ട്. അതെന്ന് പറയുമ്പോൾ അതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരാൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാവും അയാളൊരു ഇൻസെക്റ്റായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അയാൾ ആ ഇൻസെക്റ്റായിട്ട് മാറിയതിന് ശേഷം അയാളുടെ ഫാമിലി മെമ്പേഴ്സിനും അയാളുടെ സൊസൈറ്റിക്കും അയാളോടുള്ള ആ ഒരു അനിഷ്ടം എങ്ങനെ പ്രകടിപ്പിക്കുന്നു, അവസാനം അയാളുടെ ഫേറ്റ് എങ്ങനെയായി മാറുന്നു, ഇതൊക്കെയാണ് പറയുന്നത്. മാത്രമല്ല ഈ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് കൂടുതലും ബാക്കിയുള്ള ആളുകളുമായിട്ട് അല്ലെങ്കിൽ സൊസൈറ്റിയുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ ഫെയിൽഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ലോജിക്ക് കാണത്തില്ല. നമ്മുടെ ഒരു കോമൺ ലോജിക്ക് ഉണ്ടല്ലോ, ഒരു എവറിഡേ ലോജിക്കുമായിട്ട് കണക്ട് ചെയ്ത് പോകുന്ന സ്റ്റോറീസോ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സോ ആയിരിക്കത്തില്ല. വളരെ ഒരു വിയേർഡായിട്ടുള്ള ഇൻസിഡൻസ് ഒക്കെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ എന്താ പറയുക, ഭയങ്കര അനോയിഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരിക്കും. ആരും മനസ്സിലാക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ആരെയും മനസ്സിലാക്കാൻ പറ്റാത്ത, എങ്ങനെയെങ്കിലും അങ്ങ് സ്ട്രഗിൾ ചെയ്ത് സർവൈവ് ചെയ്ത് എങ്ങനെയോ പോകുന്ന പോലുള്ള ക്യാരക്ടേഴ്സാണ് ഇതിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ നമുക്ക് പഠിക്കാനുള്ളത് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഇപ്പോൾ ഷോർട്ട് സ്റ്റോറി ഇത് പബ്ലിഷ് ചെയ്ത് പോസ്റ്റ്യൂമസ് ആയിട്ടാണ്. അതായത് മാർട്ടിൻ സെക്കർ എന്ന് പറഞ്ഞ മനുഷ്യനാണ്, കാഫ്കയുടെ മരണത്തിന് ശേഷമാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. മാർട്ടിൻ സെക്കർ, SECKER. ഒരു ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറഞ്ഞു പോകുന്നത്. ബ്രിഡ്ജ് എന്നുള്ള ടൈറ്റിൽ സജസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു ബ്രിഡ്ജ് നമ്മളോട് സംസാരിക്കുന്നു എന്ന പോലെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പം അതായത് ആ ഒരു ബ്രിഡ്ജ് എങ്ങനെയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ബ്രിഡ്ജ് എങ്ങനെയാണ് ഗ്രാസ്പ് ചെയ്ത് ഒരുപാട് വർഷമായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നത്, ബ്രിഡ്ജ് ഇങ്ങനെ ഹ്യൂമൻ ബീയിങ്ങിനെ ഇങ്ങനെ കാണാൻ വേണ്ടി
കൊതിക്കുവാണ്. അതായത് ഹ്യൂമൻ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാതെ ഒറ്റപ്പെട്ട് കിടക്കുവാണ് ബ്രിഡ്ജ് ഒരു റിവറിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ എങ്ങനെയാണ് അത് വെയിറ്റ് ചെയ്ത് കിടക്കുവാണ് ഒരു ഹ്യൂമൻ ടച്ചിന് വേണ്ടി. അവസാനം അത് എങ്ങനെ കൊളാപ്സ്ഡ് ആയി പോകുന്നു അതേ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ടച്ചോടുകൂടി. ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ഫ്ലാഷ് ഫിക്ഷനാണ്. ഫ്ലാഷ് ഫിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷോർട്ട് പീസാണ്. അതായത് നമ്മുടെ ഷോർട്ട് സ്റ്റോറി പോലെ തന്നെ ഉള്ളതിനെയാണ് നമ്മൾ ഫ്ലാഷ് ഫിക്ഷൻ എന്ന് പറയുന്നത്. ഒരു 1000 വേർഡ് സ്റ്റോറി, ഇതാണ് ഫ്ലാഷ് ഫിക്ഷൻ. ഓക്കെ, ചിലപ്പോൾ അതിൽ കുറവുമായിരിക്കാം. ഇപ്പോൾ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിന് 2 ലെയർ ഓഫ് മീനിങ്സ് ആണുള്ളത്. ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഒരു ബ്രിഡ്ജ് എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ. സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് ഒരു മാനസികമായിട്ടൊരു ഇച്ചിരി വിഭ്രാന്തിയുള്ളൊരു മനുഷ്യൻ്റെ മനസ്സെങ്ങനെയാണോ അതാണ് ഇവിടെ ദ ബ്രിഡ്ജായിട്ട് ഇവിടെ കാണിക്കുന്നത്. അതായത് ഒരു മെൻ്റലി കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരാളുടെ മനസ്സ്, അല്ലെങ്കിൽ ഒരു മെൻ്റലി ഡിസ്ട്രസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണിൻ്റെ മൈൻഡ് എങ്ങനെയാണോ അതുമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബ്രിഡ്ജിനെ മെറ്റഫറൈസ് ചെയ്ത് കാണാൻ സാധിക്കും. ഈ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ മൈൻഡിൻ്റെ മെറ്റഫറായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബ്രിഡ്ജിനെ പേഴ്സോണിഫൈ ചെയ്തും എഴുതിയിരിക്കുന്നത് പോലെ നമുക്ക് വായിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ 2 ഇൻ്റർപ്രിറ്റേഷൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഉള്ളത്. ബ്രിഡ്ജിന് ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് വരുത്തി ഹ്യൂമൻ ബീയിങ്ങുമായിട്ട് കമ്പയർ ചെയ്ത് ഹ്യൂമൻ ഫീലിങ്സ് ഉണ്ടെന്ന് വരുത്തുന്നു. അപ്പോൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ടെക്നിക്ക് ഏതാണ്? പേഴ്സോണിഫിക്കേഷനാണ്. അതുപോലെ തന്നെ ബ്രിഡ്ജിനെ മെറ്റഫറൈസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഹ്യൂമൻ മൈൻഡായിട്ടും ബ്രിഡ്ജിനെ കമ്പയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതും ഉണ്ട്. അപ്പം ഈ 2 ഇൻ്റർപ്രിറ്റേഷൻസ് ആണ് ഈ ഒരു സ്റ്റോറിക്കകത്ത് വരുന്നത്. അപ്പോൾ അത് ഫ്ലാഷ് ഫിക്ഷനാണ്, അത് മറന്നു പോകരുത്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത് വില്ല ആൻഡ് എഡ്വിൻ ആണ്. അത് പബ്ലിഷ് ചെയ്തതാണ് മാർട്ടിൻ സെക്കർ 1933 ലണ്ടനിൽ വെച്ചാണ് അത് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് ബ്രിഡ്ജിന് കൊടുക്കുന്നു. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ളൊരു മനുഷ്യൻ്റെ മൈൻഡിനെ ബ്രിഡ്ജായിട്ട് കമ്പയർ ചെയ്യുന്നു. അതായത് മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരാളുടെ മൈൻഡ് എങ്ങനെയാണോ അതേ സംഭവങ്ങൾ ഒരു ബ്രിഡ്ജ് എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത് അങ്ങനെ പോലെ. അപ്പോൾ നറേറ്റീവ് ടെക്നിക്ക് ഫസ്റ്റ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ബ്രിഡ്ജ് പറയുകയാണ്. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് വെച്ചാൽ ഇവിടെ ഐ എന്നുള്ള പ്രോനൗണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബ്രിഡ്ജ് ആദ്യത്തെ ലെയർ ഓഫ് മീനിങ് നമുക്ക് ബ്രിഡ്ജിൻ്റെ വെച്ച് തന്നെ നോക്കാം. ഐ വാസ് സ്റ്റിഫ് ആൻഡ് കോൾഡ്. ഞാൻ സ്റ്റിഫായിട്ടിരിക്കുവാണ്, ഞാൻ കോൾഡായിട്ടിരിക്കുവാണ്, കാരണം എന്നെ ആരും യൂസ് ചെയ്യുന്നില്ല. ആൻഡ് ഞാനൊരു റവൈൻ്റെ മുകളിലാണ് ഉള്ളത്. റവൈൻ വെച്ച് വേണമെന്നുണ്ടെങ്കിൽ ഒരു റിവർ അല്ലെങ്കിൽ ഒരു സ്ട്രീമിൻ്റെ മുകളിലാണ് ഞാൻ ഹാങ് ചെയ്തിരിക്കുന്നത്. എൻ്റെ കാലുകൾ രണ്ടും അങ്ങോട്ടും അപ്പുറത്തെ 2 സൈഡിലോട്ടും കണക്ട് ചെയ്തിട്ടേക്കുവാണ്. എൻ്റെ ഫിംഗേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലച്ച് ചെയ്തിട്ടേക്കുവാണ്. അതായത് ബ്രിഡ്ജിനെ തൂക്കിയിട്ടേക്കുവാണ്. അപ്പോൾ അതിനെ അവിടെ ഇവിടെയുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് 4 സൈഡിലും. ആൻഡ് ക്രംബ്ലിങ് ക്ലേ വെച്ചിട്ടാണ്, അതായത് ക്ലേ വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം, താഴോട്ട് വീഴാം. എൻ്റെ താഴെ എന്താണുള്ളത്? ഐസി ആയിട്ടുള്ള സ്ട്രീമാണുള്ളത്. അതായത് കോൾഡ് വാട്ടറാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഒരു ടൂറിസ്റ്റും എൻ്റെ അത്രയും വന്നിട്ടില്ല, അതായത് എൻ്റെ അത്രയും ഹൈറ്റിൽ വന്നിട്ടില്ല. അതായത് ഒരു ടൂറിസ്റ്റും എന്നെ വിസിറ്റ് ചെയ്തിട്ടില്ല. ആൻഡ് ഈ ഒരു ബ്രിഡ്ജ് അല്ലെങ്കിൽ എന്നെ ഒരു മാപ്പിലും കാണാനും സാധിക്കുകയില്ല. സോ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ്. എനിക്ക് വെയിറ്റ് ചെയ്യാൻ മാത്രമല്ലേ അറിയാവൂ എന്ന് പറയുവാണ്. ഞാൻ വീഴുന്നില്ല. വീണ് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ബ്രിഡ്ജെന്ന് വിളിക്കാനും സാധിക്കുകയില്ല. അതാണ് ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത്. അടുത്തതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഒരു ദിവസം ഈവനിങ്ങിൽ ഒരു സംഭവം ഉണ്ടായി. അതായത് എൻ്റെ തോട്ട്സ് വളരെ കൺഫ്യൂസിങ് ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം നമുക്ക് ഈ സെക്കൻഡ് സ്റ്റാൻസ വായിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബ്രിഡ്ജ് അല്ല നമ്മളുടെ അടുത്ത് സംസാരിക്കുന്നത്, ആ ഡിസ്ട്രസ്ഡ് പേഴ്സൻ്റെ മൈൻഡാണ് നമ്മളുടെ അടുത്ത് സംസാരിക്കുന്നതെന്ന് അറിയാൻ സാധിക്കും. അതായത് പറയുവാണ്, എൻ്റെ തോട്ട്സ്, അതായത് ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ ബ്രിഡ്ജ് അതിൻ്റെ തോട്ട്സിനെ കുറിച്ച് സംസാരിക്കണം. എൻ്റെ തോട്ട്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് വരുന്ന തോട്ട്സ് എന്ന് പറയുന്നത് ഓൾവേസ് കൺഫ്യൂസിങ് ആണ്. അതിങ്ങനെ ഒരു സർക്കിളിൽ ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. അതായത് ഒരിക്കൽ വന്ന തോട്ട് തന്നെ അതിങ്ങനെ എൻ്റെ മൈൻഡിൽ കിടന്ന് ഇങ്ങനെ അതേ സെയിം തോട്ട്സ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഈവനിങ്ങിൽ, സമ്മറിലെ ഒരു ഈവനിങ്ങിൽ സ്ട്രീമൊക്കെ നല്ല നല്ല റോർ ചെയ്ത് നല്ല ഡീപ്പായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാനൊരു ഹ്യൂമൻ സ്റ്റെപ്പിൻ്റെ സൗണ്ട് കേട്ടു. അപ്പം ഞാൻ വളരെ സ്ട്രെയിറ്റൻഡ് ആയിട്ട് നിന്നു. എൻ്റെ ബീംസൊക്കെ ഞാനിങ്ങനെ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുവാണ്. കാരണം ആ പാസഞ്ചർ വന്ന് എൻ്റെ പുറത്ത് ചവിട്ടുമ്പോൾ ഞാൻ അയാളെ ഒരിക്കലും തള്ളിയിടാൻ പാടില്ല. സോ ഞാൻ വളരെയധികം റെഡിയായിട്ട് ആ പാസഞ്ചറിനെ വരവേൽക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റെപ്സ് എന്നിട്ട് അയാൾ സ്വയം പറയുവാണ്, ഈ ബ്രിഡ്ജ് ഈ സ്റ്റെപ്സ് അൺസർട്ടൺ ആണെങ്കിൽ, അതായത് അയാൾ കാലെടുത്ത് വെക്കുന്ന അയാളുടെ സ്റ്റെപ്സ് ഇപ്പം എന്തെങ്കിലും, അതായത് അയാൾ കാലെടുത്ത് വെക്കുമ്പോൾ അയാളൊന്ന് മറിഞ്ഞ് വീഴാൻ പോവുകയോ അയാളെങ്കിലും ഒന്ന് സ്റ്റംബിൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ എൻ്റെ ജോലിയാണ് അയാളെ താങ്ങി നിർത്തുക എന്നുള്ളത്, സ്റ്റഡി ആയിട്ട് നിൽക്കുക എന്നുള്ളത്. സോ അയാൾ വരുന്നതും കാത്ത് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഇനി അഥവാ അയാൾ മറിഞ്ഞ് വീഴാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അയാളെ എങ്ങനെയായാലും അപ്പുറത്തെ ലാൻഡിലോട്ട് ഞാൻ അയാളെ കടത്തിവിടും. ആൻഡ് ദെൻ ഈ ഒരു വിസിറ്റർ വന്നു.
അയാൾ എൻ്റെ പുറത്ത് വന്നിട്ട് ടാപ്പ് ചെയ്ത് നോക്കി. അയാളുടെ കയ്യിലൊരു സ്റ്റിക്ക് ഉണ്ടായിരുന്നു, ഒരു അയേൺ സ്റ്റിക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, എൻ്റെ ആ ഒരു നെയിൽസ് ഉണ്ടല്ലോ അതെല്ലാം ഇയാൾ ലിഫ്റ്റ് ചെയ്തു, അതായത് ആണിയുണ്ടല്ലോ അതെല്ലാം ലിഫ്റ്റ് ചെയ്തു. എന്നിട്ട് അതിനെ ഓർഡറിലൊക്കെ ആക്കിയിട്ടു. എന്നിട്ട് ഈ ഒരു സ്റ്റിക്ക് വെച്ച് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ എന്ത് ചെയ്യുകയാണ്, കുത്തി നോക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഇയാൾ എന്ത് ചെയ്യുകയാണ്, ബോത്ത് ഫീറ്റ് വെച്ചിട്ട്, അതായത് വളരെ വെയിറ്റോട് കൂടി ഈ പാലത്തിൻ്റെ മിഡിൽ പോർഷനിലോട്ട് ഈ ഒരു വിസിറ്റർ നല്ല ശക്തമായി ജമ്പ് ചെയ്തു. വളരെയധികം പെയിനാണ് എനിക്ക് തോന്നിയത്. ആൻഡ് എനിക്ക് മനസ്സിലായില്ല എന്താണ് ഹാപ്പൻ ചെയ്യുന്നതെന്ന്. ഇതാരാണ് ചാടിയത്, ഒരു ചൈൽഡാണോ, അതോ എനിക്കുണ്ടായ ഒരു സ്വപ്നമാണോ, അതോ വല്ല യാത്രക്കാരനുമാണോ, അല്ലെങ്കിൽ ആരെങ്കിലും സൂയിസൈഡ് ചെയ്യാൻ നോക്കിയതാണോ, അല്ലെങ്കിൽ എന്നെ മനഃപൂർവ്വം നശിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഡിസ്ട്രോയർ വന്നതാണോ എന്നൊക്കെ ആരുടെ മൈൻഡിൽ തോന്നി, ഈ ബ്രിഡ്ജിൻ്റെ മൈൻഡിൽ തോന്നി. ആൻഡ് അയാളൊന്ന് നമ്മുടെ ബ്രിഡ്ജ് ഒന്ന് തിരിഞ്ഞു നോക്കിയത് വല്ല എന്താണ്, ഞാൻ അപ്പോഴേ തകർന്നടിഞ്ഞങ്ങ് വീണു. എവിടെയാണ് വീണത്, അതായത് ഞാൻ പീസ്ഫുള്ളായിട്ട് എൻ്റെ കീഴിൽ കിടന്നിരുന്ന ആ റോക്സിൻ്റെ മുകളിലോട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ തകർന്നടിഞ്ഞ് വീണത്. ഓക്കെ, അപ്പം ഇവിടെ ബ്രിഡ്ജ് സംസാരിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ആ സെക്കൻഡ് സ്റ്റാൻസ് തൊട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം, ഒരു വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു മനുഷ്യൻ, ഹ്യൂമൻ ബീയിങ്സുമായിട്ട് യാതൊരു വിധത്തിലുള്ളൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല, മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളൊരു മനുഷ്യൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആരെങ്കിലും ഒരാളായിട്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടി. അപ്പോൾ അവിടെ ബ്രിഡ്ജിൻ്റെ ഇമേജ് മാറ്റിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഒരു പാസഞ്ചറിനെ അല്ലെങ്കിൽ ഒരു വിസിറ്ററിനെ കാത്ത് അയാൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു വിസിറ്റർ വന്നു, അയാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അയാളുമായിട്ട് അടുത്തിടപഴകി. പക്ഷേ ആ വിസിറ്റർ വന്നത് നല്ല ഉദ്ദേശത്തോടു കൂടിയല്ലായിരുന്നു, കുറച്ച് ബാഡ് ഇൻറ്റൻഷൻസിനുമായിട്ട് വന്നിട്ട് ഇയാളെ അവസാനം ഉപദ്രവിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇയാളുടെ മൈൻഡ് തകർന്നു പോയി. അതായത് ഇയാൾ ബാഡ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഇയാളുടെ ആ ഒരു സിൻസിയറിറ്റി അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റ് വർത്തി അല്ലാത്തൊരു ഫ്രണ്ടാണ് വന്നതെന്ന് മനസ്സിലായപ്പോൾ ഇയാളാകെ തകർന്നു പോയി. അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ കൊളാപ്സ് എന്ന് പറയുന്നത് ഈ മനുഷ്യൻ്റെ മനസ്സിലെ ഒരു കൊളാപ്സ് ആയിട്ട്, അതായത് മെൻ്റലി ഇയാൾ തകർന്നു പോയി എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വായിക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയർ ഓഫ് മീനിങ് എന്ന് പറയുന്നത് ഇതൊരു ബ്രിഡ്ജ് സംസാരിക്കുന്നത് പോലെയും, സെക്കൻഡ് ലെയർ ഓഫ് മീനിങ് എന്ന് പറയുന്നത് ഈ തോട്ട്സ് എല്ലാം ഒരു മനുഷ്യൻ്റെ മനസ്സിൽ, അതായത് മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നടക്കുന്ന തോട്ട്സ് ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കമ്പയർ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനെ ബ്രിഡ്ജായിട്ടും കമ്പയർ ചെയ്യാം. ബ്രിഡ്ജ് സംസാരിക്കുന്ന പോലെ, ബ്രിഡ്ജ് ഒരു ഹ്യൂമൻ ബീയിങ് സംസാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ബ്രിഡ്ജിനെ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ മൈൻഡുമായിട്ടും കമ്പയർ ചെയ്ത് നമുക്ക് സംസാരിക്കാം. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറയുന്നത് ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിക്കാം. ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ഈ ഒരു അനദർ ഡയമെൻഷൻ പോലെ നമുക്ക് പറയാം, അതായത് ഒരു കൈൻഡ് ഓഫ് ടു ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് പറയാം അല്ലേ. ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു കണക്റ്റിംഗ് ലിങ്കാണ്, അതായത് ഒരു ഡ്രീമും ഫാൻറ്റസിയും തമ്മിലുള്ളൊരു കണക്റ്റിംഗ് ലിങ്ക്, അല്ലെങ്കിൽ റിയാലിറ്റിയും ലൈഫും തമ്മിലുള്ളൊരു കണക്റ്റിംഗ് ലിങ്കായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ദെൻ കാഫ്കേസ്ക് എന്ന് പറഞ്ഞൊരു വേർഡുണ്ട്. കാഫ്കേസ്ക് എന്ന് പറയുന്നത്, അതായത് പൊതുവെ ഈ കാഫ്കയുടെ കഥകളെ അല്ലെങ്കിൽ കാഫ്കയുടെ ആ ഒരു റൈറ്റിംഗ് സ്റ്റൈലിനെ നമ്മൾ കാഫ്കേസ്ക് എന്ന് പറയാറുണ്ട്. അപ്പം കാഫ്ക ഞാൻ പറഞ്ഞല്ലോ ജർമ്മൻ ലാംഗ്വേജ് റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഫിക്ഷൻ എന്ന് പറയുന്നത് സർറിയലാണ്, അതായത് ഒരു റിയാലിറ്റി പ്ലസ് ഫിക്ഷൻ പ്ലസ് എന്തൊക്കെയോ ഒരു മിക്സാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് എന്ന് പറയുന്നത്. ആൻസൈറ്റിയും ഒരു കൈൻഡ് ഓഫ് ഏലിനേഷനും ഒക്കെയാണ് ഉള്ളത്. അപ്പം കാഫ്കയുടെ വർക്കിനകത്ത് ഫുള്ള് ഒരു ബാഡ് സെറ്റിംഗ് ആണുള്ളത്, ഒരു ബാഡ് നെഗറ്റീവ് വൈബുള്ള സെറ്റിംഗ് ആണുള്ളത്. ക്യാരക്ടേഴ്സ് എല്ലാം ഒരുമാതിരി നോൺ സെൻസിക്കലായിട്ടുള്ള ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ ഒരു കുറച്ച് വിയേർഡ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സെറ്റിങ്ങിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഒരു എഴുത്തിൻ്റെ ശൈലിയെ വിളിക്കുന്ന പേരാണ് കാഫ്കേസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ. ഓക്കെ, ദെൻ കാഫ്കയുടെ പിന്നീട് ചോദിക്കാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഫ്ക ആരാണ്? കാഫ്ക ഒരു മോഡേണിസ്റ്റ് റൈറ്ററാണ്, ഒരു എക്സിസ്റ്റൻഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷനിസ്റ്റ് റൈറ്ററാണ്. പിന്നെ ഏലിനേഷൻ പോലുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് അദ്ദേഹം എഴുതുന്നത്. ഒരു ലോജിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് ഒരിക്കലും ഒരു സ്റ്റോറിക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ടൈറ്റിൽ ബ്രിഡ്ജാണ് ഇതിനകത്ത് സെൻട്രൽ ഇമേജ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹ്യൂമൻ മൈൻഡായിട്ടും കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ബ്രിഡ്ജ് ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ പോലെ സംസാരിക്കുന്നതായിട്ടും കമ്പയർ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മോഡേൺ ലൈഫിലും മനുഷ്യൻ അനുഭവിക്കുന്ന ആ ഒരു ഏലിനേഷനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം, അതായത് ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ഐസൊലേഷൻ. ഈ ഒരു മനുഷ്യനും, അതായത് ബ്രിഡ്ജിനെ പോലെ തന്നെ ഈ ഒരു മനുഷ്യനും മൈൻഡിൽ ഒരുപാട് ഫെയിലറും ഒരുപാട് യൂസ്ലെസ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട്
ലൈഫിൽ ഒരുപാട് പന്ന കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആളുകളുടെ ഒരു ചതി, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓപ്പറേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഫേസ് ചെയ്തിട്ടുള്ള ഒരാൾ എന്താണ് അയാളുടെ ഒരു ലൈഫായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബ്രിഡ്ജിനെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ അയാളുടെ ഒരു മൈൻഡായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും. അതായത് ഈ ഒരു വേൾഡിൽ സർവൈവ് ചെയ്ത് എങ്ങനെയോ പോവുകയാണ് ഈ ബ്രിഡ്ജ് തൂങ്ങി നിൽക്കുന്നത് പോലെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു റാഷണലായിട്ടുള്ള കാര്യത്തിനെ ഇറാഷണലി കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നോർമലായിട്ടുള്ളൊരു കാര്യത്തിനെ കുറച്ച് വിയേർഡായിട്ടുള്ള രീതിയിലുമാണ് ഇവിടെ കാണിച്ചു പോകുന്നത്. ഓക്കെ, അപ്പം 2 ലെയർ ഓഫ് മീനിങ്ങിൻ്റെ കാര്യം മറന്നു പോകരുത്. ആദ്യമേ ബ്രിഡ്ജ് സംസാരിക്കുന്ന പോലെ പറയാം, അല്ലെങ്കിൽ രണ്ടാമത് എന്താണ് ഒരു ഹ്യൂമൻ മൈൻഡ്, അതായത് മനസ്സ് ഒരുമാതിരി ഡിസ്ട്രസ്ഡ് അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന ഒരാളുടെ മൈൻഡ് എങ്ങനെയാണോ അതുപോലെയാണ് ഈ ബ്രിഡ്ജും. അതായത് ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ട് നിന്നിരുന്നു ഈ ഹ്യൂമൻ മൈൻഡ്. പക്ഷേ പെട്ടെന്നൊരാൾ വന്നിട്ട് അതിനെ അങ്ങ് നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ആ മൈൻഡ് അല്ലെങ്കിൽ ആ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത് അവസാനം കൊളാപ്സ്ഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സൊസൈറ്റി വന്ന് നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് വന്നിട്ട് നശിപ്പിക്കുന്ന പോലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒപ്രസീവായിട്ടുള്ള സിസ്റ്റം വന്ന് ഹ്യൂമൻ മൈൻഡിനെ നശിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ 2 ലെയർ ഓഫ് മീനിങ് എന്ന് പറയുന്നത്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കമൻറ്റ് ബോക്സിൽ. താങ്ക് യു.